ഹരിയാനയിൽ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേവലം 60 ദിവസം താഴെ മാത്രം സമയമുള്ളപ്പോൾ ബി.ജെ.പിയുടെ മുഖ്യമന്ത്രിയായ നയാബ് സിംഗ് സൈനി പ്രചരണത്തിനിടയിൽ നടത്തിയ ഒരു പ്രസംഗം ആണ് ഇപ്പോൾ ഏറെ ചർച്ചയായി മാറിയിരിക്കുന്നത്. ആ പ്രസംഗത്തിലുടനീളം അദ്ദേഹം തങ്ങളുടെ പഴയ സഖ്യകക്ഷിയായ ജെ.ജെ.പിയെ ഉപദേശിക്കുകയായിരുന്നു. ജെ.ജെ.പി NDA മുന്നണി വിട്ടുപോയിരുന്നു. ജെ.ജെ.പി അതിനുശേഷം കോൺഗ്രസുമായി അലയൻസ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു കേട്ടെങ്കിലും കോൺഗ്രസ് 7 അയലത്ത് അടുപ്പിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത. അതിന് തൊട്ടു പിന്നാലെയാണ് ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. നയാബ് സിംഗ് സൈനി പറയുന്നത് ഇങ്ങനെയാണ്: കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ കറുത്ത കുതിരയായി ജെ.ജെ.പി മാറിയിരുന്നു. 10 സീറ്റുകളാണ് അവർ നേടിയത്. പക്ഷേ ആ 10 സീറ്റിൽ ഇപ്പോൾ അവരുടെ പക്കലുള്ളത് കേവലം 4 സീറ്റാണ്. അതിലുണ്ടായിരുന്ന 6 MLA-മാർ മറുകണ്ഠം ചാടി ബി.ജെ.പിയോടൊപ്പം ചേരുകയും ചെയ്തു. ഇത്തവണ ദുഷ്യന്ത് ചൗട്ടാല മറ്റുള്ളവരുടെ പുറകിന് പോയി സമയം കളയാതെ സ്വന്തമായി മത്സരിക്കുകയും കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റ് നേടി കരുത്ത് തെളിയിക്കുകയുമാണ് വേണ്ടത്. അവൻ്റെ ഈ പോക്ക് കാണുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമം തോന്നുന്നു എന്നുകൂടി ഈ നയാബ് സിംഗ് സൈനി എന്ന് പറയുന്ന ബി.ജെ.പിയുടെ ഹരിയാന മുഖ്യമന്ത്രി പറയുമ്പോൾ ഏതായാലും സ്നേഹം കൊണ്ട് പറഞ്ഞതാണോ അതോ തങ്ങളുടെ കൂട്ടത്തിലേക്ക് എത്തിക്കാനുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞതാണോ അതോ നശിപ്പിക്കുന്നതിനാണോ എന്നുള്ള സംശയവും കൂടി വരുന്നു. ഏതായാലും ഒടുവിൽ ഗതികെട്ട് NDA-യിലേക്ക് തന്നെ ജെ.ജെ.പി മടങ്ങി വരും എന്നുള്ളൊരു പ്രതീക്ഷയും ഒരു ഭാഗം വെച്ചു പുലർത്തുന്നുണ്ട്. അതല്ല, തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് നേടിക്കഴിഞ്ഞാൽ വീണ്ടും NDA-യുടെ ഭാഗമായി ജെ.ജെ.പി എത്തുമെന്നുള്ള ഒരു വാർത്തകളും പുറത്തു വരുന്നു. ഏതായാലും ദുഷ്യന്ത് ചൗട്ടാല NDA വിട്ടത് അടുത്ത മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ടായിരുന്നു. ഏതായാലും കോൺഗ്രസിൻ്റെ മുൻപിൽ കൂടുതൽ സീറ്റുകൾക്കായി വില പേശിയപ്പോഴാണ് കോൺഗ്രസ് ചവിട്ടി പുറത്താക്കിയത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.